ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തയ്ക്ക ഉപ്പേരിയാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ച ഏത്തക്കായ 2 എണ്ണം, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, വെള്ളം ആവശ്യത്തിന്, വെളിച്ചെണ്ണ 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ഇനി തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് പച്ച ഏത്തക്കായാണ്. അതിനി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് 2 സൈഡും കട്ട് ചെയ്തിട്ട് അതിൻ്റെ തോല് ഇതേപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് കീറി നന്നായിട്ട് അതിൻ്റെ തോല് കളയണം. ഇതിപ്പോൾ ഒരുപാട് പച്ചയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുകൂട്ട് പൊളിച്ചെടുക്കാൻ പറ്റത്തില്ല. പിന്നെ അതുകൂട്ട് ഒരുപാട് പഴുത്തതും ആകരുത്, ഒരുപാട് പച്ചയാകരുത്. തൊലി നല്ല പച്ചയാകുന്ന ഒരു പിങ്ക് കളറും ആയിരിക്കും. ഇതിന് നേന്ത്രക്കായ എന്നും പറയും. അതുകൂട്ട് തന്നെ കറിക്ക് ഉപയോഗിക്കുന്ന പച്ചക്കായ ഉണ്ട്, അതല്ല ഉപ്പേരിക്ക് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ ഏത്തക്ക തന്നെ പച്ചയായിട്ടുള്ള ഏത്തക്കായാണിത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൽ ഒഴിച്ചു വെക്കാനുള്ള മഞ്ഞപ്പൊടി കലക്കിയെടുക്കാം. ഇനി മഞ്ഞപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ചാലിച്ചിട്ട് അത് കട്ട കെട്ടാതിരിക്കാനായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നല്ലൊരു കളറ് കിട്ടും. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ചിപ്സിൻ്റെ നല്ല ഒരു മഞ്ഞ കളറും കിട്ടും. അതേ കൂട്ടി ഇത് നമ്മൾ സ്ലൈസ് ചെയ്യുന്ന സമയത്ത് തമ്മിൽ ഒട്ടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്കിതിങ്ങനെ വെക്കാം. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇപ്പം നല്ല കളറൊക്കെ വന്നു കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒന്ന് പേപ്പർ ടവൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വെള്ളമൊക്കെ ഒന്ന് മാറ്റാം. കത്തി ഉപയോഗിച്ചോ സ്ലൈസർ ഉപയോഗിച്ചോ വളരെ കനം കുറച്ച് ഇത് അരിഞ്ഞെടുക്കണം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഏത്തക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തമ്മിൽ അത് ഒട്ടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 1 ടീസ്പൂൺ ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചാലിച്ച് കുറച്ച് ഉപ്പ് ഒന്ന് ചാലിച്ച് വെക്കുക. അത് നമ്മൾ ഇത് തീ ഒന്ന് കുറച്ചതിന് ശേഷം വളരെ ശ്രദ്ധിച്ച് ചെറിയൊരളവിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിനി ഒരു 3-4 മിനിറ്റും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ പാത്രത്തിൽ നല്ല ഒരു സൗണ്ട് കേൾക്കും. നമുക്കൊരു ക്രിസ്പി സൗണ്ട് കേൾക്കാൻ പറ്റും. ആ ഒരു സ്റ്റേജിൽ ഇത് നമുക്ക് കോരി ഒരു പേപ്പർ ടവലിലേക്ക് മാറ്റാം. ഇനി അടുത്ത ബാച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി. കാരണം നമ്മൾ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ റെഡി ആയി കഴിഞ്ഞു.